ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതി ഇനിയില്ല. പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ഇറക്കിയ ഉത്തരവ് സർക്കാർ റദ്ദാക്കി. കേസുകൾ റദ്ദാക്കണമെന്ന് കോടതിയോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ തീരുമാനം. മഞ്ഞക്കുറ്റികൾ മാറ്റാൻ റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം സ്വാഗതം ചെയ്ത് സമരസമിതി. കാലാവധി തീരുന്ന PSC ലിസ്റ്റുകൾ നവംബർ 31 വരെ നീട്ടാൻ സർക്കാർ തീരുമാനം. ചികിത്സാ പിഴവിൽ മരിച്ച വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ തീരുമാനം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചെന്നും വേദിയിലിരിക്കുമ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത് എന്നും മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞാ വേളയിൽ പിതാവിന്റെ പേര് പരാമർശിച്ചതിനെ ചൊല്ലിയുള്ള ആരോപണങ്ങളെ തള്ളി മുഖ്യമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി. വകുപ്പ് വിഭജനം വൈകിട്ടില്ല എന്ന് മുഖ്യമന്ത്രി. K മുരളീധരന് ആരോഗ്യവും കായികവും, റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യും. M ലിജുവിന് എക്സൈസും സഹകരണവും, ഗവർണർക്ക് പട്ടിക കൈമാറി. പ്രോട്ടം സ്പീക്കറായി G സുധാകരൻ ലോക്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തു. MLA-മാരുടെ സത്യപ്രതിജ്ഞ നാളെ. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള കാരണം പിണറായിയുടെ ധാർഷ്ട്യമാണെന്ന് നേതാക്കൾ. CM ഓഫീസിൽ സാധാരണക്കാരന് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല എന്നും മുഷിഞ്ഞ ഷർട്ട് ഇടുന്നവരോട് മാറി നിൽക്കാൻ പറയുമെന്നും വിമർശനം. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ട പരോൾ. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 5 പ്രതികൾക്ക് അനുവദിച്ചത് 20 ദിവസത്തെ പരോൾ. പരോൾ അനുവദിച്ചത് കലാപ നീക്കത്തിനെന്ന് ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാമ്പാട്ടിയായി ചിത്രീകരിച്ച് നോർവീജിയൻ പത്രം പ്രസിദ്ധീകരിച്ച കാർട്ടൂൺ വിവാദത്തിൽ. ആഫ്റ്റർ പോസ്റ്റൺ എന്ന നോർവീജിയൻ പത്രത്തിലാണ് കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടത്. ബുദ്ധിമാനും എന്നാൽ അല്പം അലോസരപ്പെടുത്തുന്നവനുമായ മനുഷ്യൻ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച അഭിപ്രായ പ്രകടന ലേഖനത്തിനൊപ്പമാണ് ചിത്രം. MDMA-യുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായത് എറണാകുളം സ്വദേശി റിനിൽ രാജ്. ഇയാളെ പിടികൂടിയത് വാളയാർ ടോൾ പ്ലാസയിൽ വെച്ച്. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്നു. KSRTC ബസ്സിലാണ് കടത്താൻ ശ്രമിച്ചത്. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ കൊൽക്കത്ത ഈഡൻസ് ഗാർഡൻസിൽ. 11 പോയിന്റുമായി പട്ടികയിൽ 8-ാം സ്ഥാനത്താണ് കൊൽക്കത്ത. 9 പോയിന്റുമായി 9-ാം സ്ഥാനത്താണ് മുംബൈ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.